ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് പറയും. അപ്പോൾ അതിന് നമ്മൾ സെറാമിക് കോട്ടിങ് ചെയ്താലും നമ്മുടെ കംപ്ലീറ്റ് പറയും. അതുപോലെ തന്നെ PPF ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കീറിപ്പോവും. പിന്നെ നമ്മളത് തിരിച്ച് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് റെഡിയാക്കണം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സ്. നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ മാഗ്നറ്റിക് ആയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ മുമ്പ് ചെയ്ത സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കേരളത്തിൽ കിട്ടുമോ അതോ നാട്ടിൽ കിട്ടുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ ഈ സംഭവം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു പുതിയ ബ്രാൻഡ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് വരുന്നത്. എല്ലാ ടൈപ്പുള്ള വണ്ടികളിലും ഇതിപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഫോർച്യൂണറിലാണ്. അപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ചും ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കുറിച്ചിട്ട് നമുക്കിതിൻ്റെ മെയിൻ ആളെ തന്നെ വിളിക്കാം. അപ്പോൾ ടോണിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ടോണി നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടോണി ബ്രോ ആണ്. താങ്ക്സ് ബ്രോ, കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അത്രത്തോളം എൻക്വയറി വന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞത് നാട്ടിൽ അവൈലബിൾ അല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടാക്സിൻ്റെ സിസ്റ്റങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളി ഇത് കഷ്ടപ്പെട്ട് എവിടെ നിന്ന് എടുത്ത് ബ്രോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. നമുക്കും ഇവിടെയും നാട്ടിൽ ഓഫ് റോഡിങ് തന്നെയായിരുന്നു. അപ്പോൾ പോകുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവാന്നുള്ളത്. ഈ വണ്ടി തന്നെ നമ്മുടെ ക്ലബിലുള്ള രഞ്ജിത്തേൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിലും നമ്മുടെ പ്രധാന പ്രശ്നം ഇതാണ്. ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴും വണ്ടിയിൽ ഒന്നോ രണ്ടോ പുതിയ പുതിയ വരകൾ വരും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എങ്ങനെ, അതായത് നമുക്ക് പറ്റുന്ന നല്ലൊരു സൊല്യൂഷൻ എങ്ങനെയെന്നുള്ള രീതിയിൽ പല ഈ പറഞ്ഞ ഒരു PPF അങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്തു. ആദ്യം നല്ലൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് എത്തി. അതിൻ്റെ ഇടയിലാണ് ബ്രോയുടെ വീഡിയോ ഞാൻ കണ്ടത്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 7-8 വണ്ടിയോളം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിങ് കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് കസ്റ്റമേഴ്സിന് പുറത്തേക്ക് സെയിൽ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ആദ്യം കുറച്ച് നാൾ ടെസ്റ്റ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. അതിനുള്ള ഇതെല്ലാം ഇപ്പോൾ ഈ വണ്ടിയിൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 മാസത്തോളം ആയിട്ടുണ്ട്. ഇതിനകത്ത് പല ടെറൈൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാം, അതൊരു ബ്രാൻഡായിട്ട് ചെയ്യാമെന്നുള്ള. ഈ ഒരു ബ്രാൻഡിന്റെ പേരിലാണ് തുടങ്ങിയേക്കുന്നത് ടോക്കോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു വേറെ ആരും ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ എന്തായാലും ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇത് എവിടെ കിട്ടും. കാരണം ഇത് കുറേ പേർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. കാരണം ഞാൻ താറിൽ PPF ചെയ്യുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 1 lakhന് താഴെ അടുത്ത് കോസ്റ്റ് വന്നായിരുന്നു. അപ്പം അത്രയും കോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്കിത് എല്ലാ തവണയും ഓഫ് റോഡ് പോയതിന് ശേഷം ലോങ് റൈഡ് പോകുന്ന സമയത്തും നമ്മൾ വീണ്ടും പോയി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. അതാണ് വണ്ടി കൊണ്ട് കൊടുക്കുക, തിരിച്ചെടുത്തിട്ട് വരിക, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇത് നമുക്ക് ഊരി വെക്കുകയും ചെയ്യാം, വാഷ് ചെയ്യുകയും ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് എവിടെ കിട്ടും ഇതിപ്പോൾ? അതായത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ വാഴക്കുളമാണ്. അവിടെ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആയിട്ട് തന്നെ ഉണ്ട്. നമുക്ക് അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. അതെല്ലാം നമുക്ക് കൊറിയർ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ അല്ലാതെ ഏത് ഡിസൈൻ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതല്ലാതെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് നിങ്ങളുടെ സെറ്റ് ഓഫ് ഡിസൈനിൽ നിന്ന് ചൂസ് ചെയ്യണോ അതോ കസ്റ്റമർ ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു തീം വേണം, ഇപ്പോൾ നമ്മളിപ്പോൾ ടാറ്റു ഒക്കെ അടിക്കുന്ന പോലെ എനിക്ക് ഈ ഒരു തീമിൽ വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ ചെയ്യാം. നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാം നിങ്ങൾ ചെയ്തു തരും. പിന്നെ ഏതൊക്കെ മോഡൽസിനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്? ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഓഫ് റോഡ് വെഹിക്കിൾസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ താർ, ജിംനി, ഫോർച്യൂണർ, എൻഡവർ അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ പേജിൽ കയറി നോക്കിയാലും അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ചും കൂടി വേറെ 1-2 വണ്ടികളുടെ എൻക്വയറി ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഏറ്റവും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു കോസ്റ്റ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഡിഫറെൻറ്റ് കോസ്റ്റ് ആയിരിക്കുമല്ലോ, സർഫസ് ഏരിയ അനുസരിച്ചായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഫോർച്യൂണറിന് ഈ വണ്ടിക്ക് ഒരു 30 റേഞ്ചാണ് വരുന്നത്. 30 റേഞ്ചാണ് ഇൻട്രൊഡക്ടറി ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 29,500 നമ്മളിപ്പോൾ ഫോർച്യൂണറിന് ചെയ്യുന്നത്. താർ വരുമ്പോൾ 22 ആണ്, ജിംനിയും വരുമ്പോൾ 22 ആണ്. അപ്പോൾ 22 ആണ് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഡിസൈനും പ്രസന്റ്ലി ഡിസൈനിങ്ങിന് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട്. പക്ഷേ ഡിസൈനിങ് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ചടങ്ങുള്ളൊരു പരിപാടിയാണ്. കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്ത് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ. പക്ഷേ അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു സെറാമിക് ചെയ്യണമെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ച് വരത്തുണ്ട്. പിന്നെ ഇതിന് വേറെ 3 പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം, അങ്ങനത്തെ പരിപാടികളൊന്നും. പിന്നെ നമ്മൾ വണ്ടിയായിട്ട് വരേണ്ട കാര്യം പോലും നമുക്ക് ഇതിപ്പോ സാധാരണക്കാരന് ഇങ്ങനെ പൊളിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ തിരിച്ച് ഒട്ടിക്കുകയും ചെയ്യാം. കറക്റ്റായിട്ട് 1-2 പ്രാവശ്യം ഒട്ടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു നേക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇത് വാഷ് ചെയ്യാൻ പറ്റും.
വാഷ് ചെയ്യും. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് വണ്ടി വാഷ് ചെയ്തിട്ട് ഒട്ടിക്കണം. അങ്ങനെ വണ്ടി വാഷ് ചെയ്ത് ക്ലീൻ ആയിരിക്കണം, വണ്ടിയും ക്ലീൻ ആയിരിക്കണം, നമ്മുടെ മെറ്റീരിയലും ക്ലീൻ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ അത് വിപരീത ഫലമായിരിക്കും. സോ പിന്നെ കൂടുതൽ അറിയേണ്ടതെന്ന് വെച്ചപ്പോൾ പ്രൈസ്, ഇതിന് വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ? നമ്മൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടാണ് അലൈൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എയർ ഗ്യാപ്പ് വരാതെ പ്രോപ്പർ അലൈൻമെന്റ് ആയിരിക്കണം. അത് നമ്മൾ ആദ്യം തന്നെ അല്ല, കുറച്ച് വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും ഡാമേജസ്, ഇതിനെന്തെങ്കിലും മറ്റേ PPF കൊടുക്കുന്ന പോലെ വാറണ്ടിയോ സർവീസോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ ചെയ്ത ഡിസൈനിൽ ഏതെങ്കിലും ഒരു പീസായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു പീസ് മാത്രം ഡാമേജ് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഡീഷണൽ പഴയ ഡിസൈനിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഈ പീസ് ആരെങ്കിലും അടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പോവോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാണെങ്കിൽ ഇത് മാത്രം നമുക്ക് അത് മാത്രമായിട്ട് ചെയ്തു തരാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഇപ്പോൾ അടിച്ച ഡിസൈനിൽ നമുക്ക് വേറെ ഡിസൈൻ അടിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കി, പക്ഷേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. കാരണം ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, കട്ടിങ് എല്ലാം അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഇതിൽ നല്ലോണം ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ഓടിച്ചിട്ട് നമുക്ക് 7 മാസമായി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പോൾ പുള്ളി കറക്റ്റായിട്ട് പറയുമല്ലോ. അതെ. ഇപ്പോൾ രഞ്ജിത്ത് ബ്രോ ആണ് ആദ്യത്തെ നമ്മുടെ സ്റ്റിക്കറിന്റെ കസ്റ്റമർ. 6-7 മാസമായിട്ട് ഇത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോ തന്നെ പറയുന്നത് എങ്ങനെ, എവിടെ കണ്ടു, എങ്ങനെ ഇതിനെത്തിക്കും? ഇതിന്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഞാനും ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഇട്ടുകൊണ്ടാണ് ആ വീഡിയോ കുറെ പേരിലേക്ക് എത്താൻ ചാൻസ് വന്നത്. എനിക്ക് ഓഫ് റോഡിൽ പരിചയമുള്ള, ഞാൻ ഓഫ് റോഡ് ചെറുതായിട്ടെങ്കിലും ചെയ്യണമെന്ന് അറിയണ എല്ലാവരും ആ റീൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 150 പേരെങ്കിലും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇത് വണ്ടി കഴുകാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തുള്ള ആൾക്കാർ തൊട്ട് വർക്ക്ഷോപ്പിലത്തെ ആൾക്കാർ തൊട്ട് ഫ്രണ്ട്സ് തൊട്ട് റിലേറ്റീവ്സ് എല്ലാവരും അയച്ചു. അതാണ് ബേസിക്കലി ഇങ്ങനൊരു ഐഡിയ വരാനുള്ള കാരണം. നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതിന് ഈ പറഞ്ഞ പോലെ PPF ചെയ്താൽ കാര്യമില്ല, എന്ത് ചെയ്താലും ഇത് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോകും, PPFും പോകും, പിന്നെ സെക്കൻഡ് ടൈം PPF വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു, അത് ടോണിയോട് ഷെയർ ചെയ്തു. ടോണി അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ റിസർച്ചിലൊക്കെ ആയിരുന്നു. ടോണി ഒരു പ്രൊഡക്റ്റ്, എനിക്കും അത്ഭുതം, നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇത് ആളാണ് ഇതിന്റെ തുടക്കം, സ്പാർക്ക് ഇട്ടേക്കുന്ന ആളാണ്. ഇനിയിപ്പോ ഇത് ഒട്ടിച്ചതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഒട്ടിച്ചതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തു. ടോണിയും ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് നമ്മുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരും നന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തു. സ്ക്രാച്ചുകൾ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഈവൻ ഒരു ചെറിയ ഇമ്പാക്റ്റ് വന്നാൽ പോലും, അതായത് മേജർ ഡെന്റ് അല്ലാണ്ട് ബാക്കിയൊക്കെ ഇത് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത്, സത്യത്തിൽ ഞങ്ങൾ റോട്ടിൽ ഓടിച്ചു നോക്കി, ഒരു 100+ വരെയൊക്കെ ഓടിച്ചു. അതിന് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. കാരണം മാഗ്നറ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് സ്റ്റിക്ക് ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. എന്നാലും അങ്ങനെ പൊളിഞ്ഞു പോകുന്നത് ഇല്ല, അങ്ങനത്തെ കേസുകളില്ല. എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹൈ സ്പീഡിൽ റെക്കമെൻഡഡ് അല്ല. ടോണിയും ഇതിന്റെ ആളും അത് പറയണില്ല. നമ്മൾ അവിടെയാണെങ്കിലും അവർ പറയുന്ന മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 to 100 കിലോമീറ്റർ ആണ്. പിന്നെ ഓസ്ട്രേലിയയിൽ അന്ന് 100 കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ് ഉള്ളത്. അപ്പൊ അതിൽ മേലെ ഓടിച്ച അവിടെ ഇവിടത്തെ പോലെ ഭയങ്കര വലിയ ഫൈൻസ് ഒക്കെയാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഞാനിതിൽ നല്ല ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ട്രെയിനിൽ കൊണ്ടുപോകാം, അതിന് മുന്നേ വണ്ടി വാഷ് ചെയ്യണം. ഇതിൽ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ആള് ടോണിയാ. അല്ല, എനിക്ക് ഇതിനകത്ത് ഏറ്റവും സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇത്രയും ഫംഗി ഫാമിലിയിലുള്ള ഇതിപ്പോ ഊരി വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് വണ്ടിയാണ്. നമുക്കിപ്പോ ഓഫ് റോഡ് പോകുമ്പോൾ ഇതെടുത്ത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്റെയൊക്കെ മോനൊക്കെ ഇതില്ലാണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് പ്രശ്നം. അവനൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ നേരത്തെ ഇത് വെച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കണം. എന്നാൽ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ ഊരി വയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോ ഒരു വണ്ടിപ്രാന്തന്മാരുടെ ഒരു പ്രശ്നം കൂടിയാണ്. ഇപ്പൊ എല്ലാവർക്കും വീട്ടിൽ സ്റ്റിക്കർ അടിക്കുന്ന ആവശ്യമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ വൈഫിനാണെങ്കിൽ സ്റ്റിക്കറൊക്കെ അടിച്ച് ഞാൻ വണ്ടി കയറില്ല എന്ന് പറയും. എന്താ അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ള ആളത്തൊക്കെ നമുക്ക് ഓക്കെ, നിങ്ങൾ കയറുമ്പോൾ അത് ഊരി വെക്കുക, അല്ലാത്ത സമയത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യുക. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. യൂസ്ഫുൾ ആണ്. എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഇത് ഒട്ടിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, എന്നെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ട് ഞാൻ ഒരു മാസം ഒക്കെ വെച്ച് നോക്കി ഞങ്ങള്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് ഇത് പരത്തിയിടണം അത്രേ ഉള്ളൂ. റോൾ ചെയ്ത് വെക്കണ്ട എന്നുള്ളതാണ്. ഇത് സ്റ്റിക്കിങ് അതിന്റെ
ഈ പശയുടെ ഒരു ഇത് പോകാണ്ടിരിക്കും. വരുന്നുള്ളൂ. പിന്നെ ഇത് വണ്ടിയുടെ ബാക്കിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ഓഫ് റോഡ് അടിക്കുന്ന സമയത്ത് എടുത്ത് ഫിറ്റ് ട്രെയിനിൽ പോകുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ എടുത്ത് ഫിറ്റ് ചെയ്യാറ്. ആ കാരണം റോട്ടിൽ വെച്ച് പോകുമ്പോൾ ഈ MVD നമുക്കറിയാലോ പ്രശ്നമാണ്. നമ്മുടെ ഇതിൽ അത് അടുത്ത വലിയൊരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ നമ്മൾ സ്റ്റിക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫ് റോഡ് സാധനങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ MVD വഴിയിൽ ബുക്കും പിന്നെ പൊളിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മള് ട്രെയിനിൽ അവിടെ ചെല്ലുന്നു, ഇതേപോലെ ട്രെയിനിൽ അവിടെ ക്ലീൻ ചെല്ലുമ്പോൾ ആണെങ്കിൽ ഒട്ടിക്കുന്നു, ഇറങ്ങുന്നു. ഇറങ്ങുന്നു. തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വെക്കാം, വീട്ടിൽ പോവാ, ക്ലീൻ ചെയ്യാൻ വെക്കുക. അപ്പോൾ 100% ഹാപ്പിയാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ആകെ നമുക്കിതിൽ കവർ ആവാത്ത ഭാഗം ഫൈബർ പാർട്സ് ആണ്. ഫൈബർ പാർട്സ് ഞാൻ തൽക്കാലം ചെയ്ത പേഴ്സണലി ഈ ഫൈബർ പാർട്സ് ഒന്ന് PPF ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിൽക്കില്ല. ബട്ട് ഒരു സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അത്രേ ഉള്ളൂ. ചെറിയ ബമ്പേഴ്സ് ഇതും കോസ്റ്റ്ലി അല്ല. കോസ്റ്റ്ലി അല്ല. ഇതാണ് പെയിന്റ്. പിന്നെ നമ്മൾ റീസെയിൽ ചെയ്യുമ്പോഴാണെങ്കിലും വണ്ടി ഇവിടുത്തെ തിക്നെസ് അല്ല നോക്കണേ, ഇവിടെ പെയിന്റ് തിക്നെസ് ഉണ്ടോന്ന്. പലരും എന്നോട് പറഞ്ഞു ഇത് ഒരു പ്രാവശ്യം റീപെയിന്റ് ചെയ്താൽ പോരെ വണ്ടി കൊടുക്കുമ്പോൾ. പക്ഷെ റീപെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ആ തിക്നെസ് അവരാ മറ്റേ എല്ലാവരും മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ വെറുതെ റീപെയിന്റ് ചെയ്താണെങ്കിൽ അവർ പറയും ഇത് ആക്സിഡന്റ് ആക്സിഡന്റ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വേർത്താണ്, ടോട്ടലി വേർത്താണ്, പ്രാക്ടിക്കലാണ്. എന്തായാലും ഒരു പ്രശ്നം സോൾവ് ചെയ്ത ഒരു ബ്രാൻഡായിട്ടാണ് തീർച്ചയായിട്ടും. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നമ്മുടെ ഒരു വീഡിയോ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അറിയാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ട്, അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടോണി ബ്രോനെ ഡയറക്റ്റായിട്ട് വിളിക്കാം, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി നമ്മളിപ്പോൾ പ്രൈസ് കുറച്ചേക്കെന്ന് പറഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രോ പ്രൈസ് കൂട്ടും, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസ് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ വളരെ ചീപ്പായിട്ടാണ്, ഓൾമോസ്റ്റ് PPF-നേക്കാൾ കുറവാണ്. തീർച്ചയായിട്ടും PPF ഒക്കെ ഒരു വണ്ടി ശരിക്ക് ഫുൾ PPF 1 lakh പ്ലസ് ആണ്. പിന്നെ ഡിസൈനും അടിപൊളി ഡിസൈനിൽ നല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ പുള്ളിയുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്കൊരു ഓഫ് റോഡിൽ കാണാം. തീർച്ചയായിട്ടും. ഓക്കെ.